കണ്ണൂർ പറശ്ശിനിക്കടവ് കോൾമൊട്ടയിൽ MDMA-യുമായി 4 പേർ പിടിയിൽ. മട്ടന്നൂർ സ്വദേശി മുഹമ്മദ് ഷംനാദ്, വളപട്ടണം സ്വദേശി മുഹമ്മദ് ജംഷീൽ, ഇരിക്കൂർ സ്വദേശിനി റഫീന, കണ്ണൂർ സ്വദേശിനി ജസീന എന്നിവരാണ് പിടിയിലായത്. ലോഡ്ജിൽ മുറിയെടുത്തായിരുന്നു ഇവരുടെ ലഹരി ഉപയോഗം. പ്രതികളിൽ നിന്ന് 490 മില്ലിഗ്രാം MDMA-യും ടെസ്റ്റ് ട്യൂബുകളും ലാമ്പുകളും പിടികൂടി. സുലൈസക് വിശദാംശങ്ങൾ നൽകും. സുനിൽ, എങ്ങനെയാണ് പോലീസിന് ഇവരെ വലയിലാക്കാൻ കഴിഞ്ഞത്? ഷെഫു, ഇക്കഴിഞ്ഞ പെരുന്നാൾ ദിവസം ഉച്ചയോടുകൂടിയാണ് ഇരിക്കൂർ സ്വദേശിനി റഫീനയും കണ്ണൂർ സ്വദേശി ജസീനയും വീട്ടിൽ നിന്നിറങ്ങുന്നത്. സുഹൃത്തിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞായിരുന്നു ഇരുവരും ആ വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് വീട്ടിൽ നിന്നിറങ്ങുന്നത്. അതിനിടെ വീട്ടുകാർ പല ദിവസങ്ങളിലും ഇവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ആ സുഹൃത്തുക്കൾ പരസ്പരം ഫോൺ കൈമാറി മറ്റേ സുഹൃത്തിന്റെ വീട്ടിലാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ എക്സൈസ് സംഘം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറശ്ശിനിക്കടവ് കോൾമൊട്ടയിലെ ലോഡ്ജിൽ റെയ്ഡ് നടത്തുന്നത്. ആ ലോഡ്ജിലാണ് നടത്തിയ റെയ്ഡിനിടയിലാണ് ഈ 2 യുവതികളെയും ഒപ്പം അവരുടെ 2 സുഹൃത്തുക്കളെയും ഷംനാദിനെയും ഒപ്പം മുഹമ്മദ് ജംഷീറിനെയും അടക്കം 4 പേരെ ലോഡ്ജിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇവരെ പോലീസ് എക്സൈസ് കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് ഇവരിൽ നിന്ന് 490 മില്ലിഗ്രാം MDMA-യും MDMA ഉപയോഗിക്കുന്നതിനുള്ള മറ്റ് വസ്തുക്കളുമൊക്കെ ലാമ്പടക്കമുള്ള സാമഗ്രികളും ഇവരിൽ നിന്ന് പിടികൂടിയിരുന്നു. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ജില്ലയിലെ വിവിധ ലോഡ്ജുകളിൽ റൂം എടുത്ത് ഈ 4 പേരും MDMA ഉപയോഗിച്ച് വരികയായിരുന്നു എന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. രാവിലെ വീട്ടുകാരെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ഈ യുവതികൾ അടക്കമുള്ളവർ ഇത്തരത്തിൽ സുഹൃത്തിന്റെ വീട്ടിലായിരുന്നില്ല, ഇങ്ങനെ ലോഡ്ജിൽ MDMA ഉപയോഗിക്കുകയായിരുന്നു എന്ന വിവരം വീട്ടുകാരും അറിയുന്നത്. എന്തായാലും 4 പേരുടെയും അറസ്റ്റ് എക്സൈസ് രേഖപ്പെടുത്തി അവരിൽ നിന്ന് വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. ഇവർക്ക് മറ്റാരൊക്കെ ഇവരുടെ വലയിലുണ്ട്, കൂടുതൽ ആളുകളുമായി ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ, MDMA വിതരണം ചെയ്യുന്ന കണ്ണികളുമായി ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എക്സൈസ് സംഘം ചോദിച്ച് അറിയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരുപക്ഷെ ഇവർക്ക് ജാമ്യം നൽകി വിടാനാണ് സാധ്യത. കാരണം ഈ ജാമ്യം നൽകാൻ കഴിയുന്നത്ര കണ്ടന്റ് മാത്രമാണ് ഇവരിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഉച്ചയോടുകൂടി ഇവർക്ക് ജാമ്യം നൽകിയേക്കുമെന്നാണ് എക്സൈസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. സേവതി.